അങ്ങനെ 2 പെട്ടി ആപ്പിൾ വാങ്ങിച്ചു കൊടുത്ത ജീഷയും അവൾക്ക് ഏറ്റവും നല്ല ആപ്പിളല്ലേ ആ വാങ്ങിച്ചു കൊടുത്തതെന്ന് പറഞ്ഞ് അവൾക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഇവൻ ഷീലിങ്ങിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പം അവനും അവൾക്കാകെ ഒരേ ഒരു ഡെക്കറേഷൻ ചെയ്ത ആപ്പിൾ കൊടുത്തായിരുന്നെങ്കിൽ അവൾ സന്തോഷമായെന്ന് പറയും. അങ്ങനെ അളിയ ജീഷോ നിനക്ക് ലവ് ഒന്നും സെറ്റ് ആവത്തില്ല, നീയൊക്കെ ഹസ്ബൻഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഷീലിംഗ് കടയിൽ ചെന്നിട്ട് ഇവൾക്ക് ഇങ്ങനത്തെ ഡെക്കറേഷൻ ആപ്പിളൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവന് വാങ്ങിക്കാനൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ കുറെ ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവസാനം അവളുടെ ക്ലാസ്സിൽ ചെന്ന് വെക്കും. പക്ഷെ ഇവനാ ചെയ്തതെന്ന് പേരൊന്നും എഴുതി കാണത്തില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ യങ്സെ അതുകൊണ്ട് ഷോക്കായിട്ട് ഇത്രയും വലിയ ഡെക്കറേഷനൊക്കെ ചെയ്ത് ഇവൾക്ക് ആരായിരിക്കും വെച്ചതെന്ന് പറഞ്ഞ് അവൾ നാണിച്ചൊക്കെ ഇരിക്കും. അങ്ങനെ അവിടേക്ക് വന്ന് ജീഷയോട് ഇത് ഇവനല്ല വെച്ചെന്ന് ഇങ്ങനെ പറയുമ്പം അവൻ ഇതെന്തോ സംഭവം എന്ന് പറഞ്ഞ് അത് അവനല്ല വെച്ചെന്ന് പറയും. അതോടെ അവളും എങ്കിൽ പിന്നെ ഇത് ആരാ വെച്ച് എനിക്ക് ഇതൊട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് അവന് വേണ്ടി ചുമ്മാ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇവൾക്ക് അത് മൊത്തത്തിൽ അങ്ങ് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അന്ന് രാത്രി ഇവിടെ ഷൗഷുങ്ങാണ് ഹോസ്റ്റലിൽ വെച്ച് ഒറ്റയ്ക്ക് ഷീയോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഷീലിങ്ങിന് ഇഷ്ടം ഇവളെന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കേട്ട് ഷീയും അതെങ്ങനെ ഇവൾക്കറിയാൻ ചോദിക്കും. അപ്പോഴാണ് ഷൗഷുങ്ങും പണ്ട് ഇവളുടെ പേര് ഷീക്ക് പകരം ഷീസ അല്ലായിരുന്നു എന്ന് പറഞ്ഞ് അവന് സേയെ ഇഷ്ടമെന്ന് ഷോർട്ട് ഫോം എഴുതി വെച്ച് ഇവൾ കണ്ടായിരുന്നു പറയും. അങ്ങനെ അവൻ ഇഷ്ടമാണെങ്കിലും ഇവള് പണ്ടോട്ട് ഷീലിങ്ങിന് ഇഷ്ടമുള്ള കാര്യം അറിഞ്ഞിട്ട് ഒരു ഫ്രണ്ടായിട്ട് ഷീയും പുറകെ വന്ന് തെറ്റെല്ലാം ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഷീയും സത്യം പറഞ്ഞ അവന് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ ഇവള് സ്നേഹിക്കുന്നുണ്ട്, അവളത് പുറത്തൊന്നും കാണിച്ചില്ലെന്ന് പറയും. എന്നിട്ട് ഇവളൊന്നും പറയാതെ ഇവിടുന്ന് വേറെ സ്ഥലത്ത് പഠിക്കാൻ പോയതുകൊണ്ട് അവളുടെ ഫീലിങ്സ് ഓപ്പൺ ആയിട്ട് കാണിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് അവള് ഫ്രണ്ട്ഷിപ്പിന് വില കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് ഷൗഷങ്ങും എങ്കിൽ പിന്നെ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഇവള് ഷീലിങ്ങിനങ്ങ് മറന്നുകളയാൻ തീരുമാനിക്കും. അതിനുശേഷം അടുത്ത ദിവസം യങ്സ് ഇന്നലെ പോസ്റ്റൊക്കെ ഇട്ടേക്കുന്നുണ്ട് ഷീലിങ്ങും ഇവൾക്കാർ അത്രയും ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ആപ്പിൾ എന്നു പറഞ്ഞ് ഓവർ ഷോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഇവൻ എന്ത് അസൂയപ്പെടുവാണെന്ന് പറഞ്ഞ് അവളും കുറച്ച് ജാടയെ കാണിക്കുമ്പോൾ അവനും കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ ജീഷയും സത്യത്തിൽ ഇവൾക്ക് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത ആപ്പിൾസ് ആണോ ഇഷ്ടമുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവൾ അങ്ങനെയൊന്നല്ല, ഇവൻ തന്ന പോലെ ഫ്രഷ് ആയിട്ടുള്ള ആപ്പിളാ അവൾക്ക് ഇഷ്ടം എന്നറിയും. അപ്പോഴാണ് അവള് ടെൻഷൻ ആകുന്നുണ്ട് അവനും ഇവൻ്റോട് സംസാരിക്കാൻ മാത്രം എന്തിനാ ഇത്രയും പേടിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ ആ സ്റ്റാറ്റസ് കണ്ടായിരുന്നു പറയുമ്പം അവള് ചുമ്മാ ഇട്ടതാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ക്ലാസ് സമയത്ത് ജീഷയാണ് ഇവൾ ഒട്ടും തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് വിചാരിച്ച് അവൻ ഇവളുടെ പുറകെ തന്നെ വരാൻ വേണ്ടി ഒരു ടൈം ടേബിൾ ഒക്കെ റെഡിയാക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ലൈബ്രറി വെച്ചും സ്പോർട്സ് ക്ലബിൽ വെച്ചൊക്കെ ഇവർ തമ്മിൽ പരസ്പരം മീറ്റ് ചെയ്യുമ്പം അവൻ ഇവൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഓരോ സമയത്തും ഇവൻ അവളുടെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഹോസ്റ്റലെത്തിയ തന്നെ ഇവൻ അപ്പം തന്നെ തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോകും. അതിനുശേഷം ഇപ്പം അടുത്ത ദിവസം ക്ലാസ് വെച്ച് യങ്സയും നമ്മൾ തമ്മിൽ ഈ ഇടയ്ക്കായിട്ട് കുറെ കണ്ടുമുട്ടുന്നെന്ന് പറഞ്ഞ് എവിടെ പോയാലും ഇവനെ കാണാറുണ്ടെന്ന് പറയുമ്പം അവൻ അതൊക്കെ മനഃപൂർവ്വം കണ്ടുമുട്ടാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇത് കേട്ട് അവൾക്കാണ് സന്തോഷം വരും. പക്ഷെ ഇവൻ എപ്പോഴും അവളുടെ പുറകെ നടക്കുന്നുണ്ട്. ഇപ്പൊ യങ്സയെ കുറിച്ച് കുറെ കമന്റ് ഒക്കെ വന്നു തുടങ്ങും. ജീഷയെ പോലെ ഒരു പയ്യൻ ഒന്നിനും പഠിക്കാത്ത ഇവളുടെ പുറകെ പോവാന്ന്. അങ്ങനെ അതുകൊണ്ട് അവളുടെ റൂംമേറ്റ്സ് ഒക്കെ ഇവളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവളെ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനുശേഷം യങ്സി ആ കമന്റ് ഒക്കെ ഓർത്ത് നോക്കി അവൾ വിഷമിച്ച് പുറത്തേക്ക് ചെല്ലുമ്പം ഷീയാണ് അവളുടെ പുറകെ വന്നിട്ട് ഇതേപോലെ കുറെ കമന്റ്സ് അവൾക്കും വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അവളെ ആശ്വാസപ്പെടുത്തും. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ജീഷ അവളുടെ പുറകെ തന്നെ വരുമ്പം അവൾ ഇവളുടെ പുറകെ വരാതെ കുറച്ച് ഫ്രണ്ടിൽ പോകാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും അതെന്തോ പറ്റിയെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ഷോക്കായി ഇവളോട് ചോദിക്കുമ്പം ഇവനിങ്ങനെ ഇവളുടെ പുറകെ തന്നെ വന്നുകൊണ്ടിരുന്ന പിന്നെ അവൾക്ക് ക്ലാസ് ഒന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൾ കുറെ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും അടിച്ചു പൊളിക്കാൻ വേണ്ടി എന്തിനാ ക്ലാസ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അതിന് വേറെ വഴിയൊക്കെ ഇല്ലെന്ന് ചോദിക്കുമ്പം ഇവളും ക്ലാസ് കട്ട് ചെയ്തതിൽ അവൾക്ക് സന്തോഷമുള്ളെന്ന് പറഞ്ഞിട്ട് ഇവനെ പുറകെ വരാതിരിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം രാത്രി പ്രാക്ടീസ് ചെയ്യുന്നവരെയൊക്കെ വീണ്ടും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം മറ്റേ ടീച്ചറാണ് പ്രിൻസിപ്പൽ കൂടെ തന്നെ നിന്ന് നോക്കുന്നുണ്ട്. സാറിനെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് പിള്ളേരെയൊക്കെ അങ്ങ് പോകാൻ പറയും. അങ്ങനെ അതുകൊണ്ട് സാറാണ് പിള്ളേരെ പുറകെ ചെന്ന് അവരെ തടഞ്ഞിർത്താൻ നോക്കുമ്പം സഹായത്തിന് ജീഷയും കൂടെ വിളിക്കും. അപ്പോഴാണ് അവൻ നേരെ അവരെയൊക്കെ ചെന്ന് തടഞ്ഞിർത്താൻ നോക്കുമ്പം യങ്സയുടെ കസിനും വേറൊരുത്തനും ജീഷയെ കണ്ടങ്ങ് പേടിച്ചു പോകും. അപ്പോഴാണ് അവനും ഇവന്മാരെ കണ്ടില്ല, അതുകൊണ്ട് ക്ലാസ് കട്ട് ചെയ്തത് അവൻ ഇന്ന് കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞ് ഇവന്മാര് മതിലാടാതെ ആ ഗേറ്റ് വഴി പോകാൻ പറയും. അതിനെ ശിവനും സൈഡിലേക്ക് ചെന്നിരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണോ യങ്സയ്ക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ് ഇവൻ അവളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇപ്പം അടുത്ത ദിവസം ഇവരുടെയൊക്കെ PT സാറും കുറച്ച് ക്ലോസ് ആയിട്ടുള്ളവരെയൊക്കെ വിളിച്ചിരുത്തി ട്രീറ്റ് കൊടുക്കും. അങ്ങനെ ഇങ്ങനെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ഷീലിങ് അവരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം അതേസമയം സാറാണ് ചുമ്മാ ഒരു ചെലവേദിയെന്ന് പറഞ്ഞിട്ട് മറ്റേ ക്ലാസ്സിലെ ടീച്ചറിനെ സെറ്റാക്കി എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവരെ പ്രൊപ്പോസ് ചെയ്തിട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങി വേറൊരു ജോലി നോക്കാൻ പോകുന്ന പറയും. അങ്ങനെ ഇത് കേട്ടതോടെ അവരെല്ലാം ഷോക്കായിട്ട് എങ്കിൽ പിന്നെ സാറ് ഇനി ഞങ്ങളുടെ കൂടെ സ്കൂളിൽ കാണത്തില്ലെന്ന് പറഞ്ഞ് ഇവരൊക്കെ സങ്കടത്തിൽ ചോദിക്കുമ്പം ഷീലിങ്ങിനായിരിക്കും കുറെ ഹേർട്ട് ആവുന്നത്. കാരണം അവൻ സാറിനോട് കുറെ ക്ലോസ് ആയി കാണും. അതുകൊണ്ട് ഇവരെല്ലാവരും കൂടെ സാറ് പോകണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞിർത്താൻ നോക്കുമ്പം സാറാണ് ഇവരൊക്കെ എന്തോ പെട്ടെന്ന് ഇങ്ങനെ റിയാക്ഷൻ ഇടുന്നതെന്ന് പറഞ്ഞ് എന്തായാലും സ്വന്തമായിട്ട് എനിക്ക് ജീവിക്കണം, വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അതിനു വേണ്ടിയാന്ന് പറയും. അതിനുശേഷം യങ്സയാണ് ജീഷയുടെ വീട്ടിൽ ചെന്നിട്ട് അവനെ ഫോൺ വിളിക്കുമ്പം അവനും പെട്ടെന്ന് എന്തിനാ ഇവള് വിളിച്ചെന്ന് ചോദിക്കും. അതോടെ അവളും ചുമ്മാ വിളിച്ചൂടെ എന്ന് പറഞ്ഞ് അവൾ ഇവന്റെ വീട്ടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് ഇങ്ങനെ പറയുമ്പം ഇത് കേട്ട് അടുത്ത സെക്കൻഡ് തന്നെ അവൻ ഓടിച്ചെന്ന് അവളെ നോക്കിയിട്ട് ഒരു ഹായൊക്കെ കാണിച്ച് വീണ്ടും റൂമിലേക്ക് വന്നിട്ട് അപ്പം തന്നെ അവൻ ഡ്രസ്സെല്ലാം
നീറ്റാക്കി അവളെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ അവള് PT സാറും മറ്റേ ടീച്ചറിനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി ഇവന്റെ അടുത്ത് ഒരു ഐഡിയ വയ്ക്കുക. അപ്പോഴാണ് അവനും ഇതൊക്കെ അവർ രണ്ടും ഡിസ്കസ് ചെയ്യേണ്ടതല്ലെന്ന് പറഞ്ഞ് ഇവരൊക്കെ ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ ചോദിക്കുമ്പോൾ അവള് സാറിന് ഒരു ഐഡിയ ഇല്ലെന്ന് പറഞ്ഞ് ഇവൻ എന്തെങ്കിലുമൊക്കെ ആലോചിക്കാൻ പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ടീച്ചറിന് ഇഷ്ടമുള്ളതൊക്കെ മനസ്സിലാക്കാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ടീച്ചറിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ചെന്നിട്ട് അവർക്ക് എങ്ങനത്തെ പ്രൊപ്പോസ് ഇഷ്ടമെന്ന് എല്ലാം ചോദിച്ചു മനസ്സിലാക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഇവിടെ യങ്സയും ആ ടീച്ചറിന് ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള ഷൂ ഒക്കെ ഇഷ്ടമെന്ന് മനസ്സിലാക്കി ഷീലിന്റെ അടുത്തിരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവനും ഇവനെതിനെ ഇപ്പോൾ വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇത് ലിമിറ്റഡ് എഡിഷൻ ഷൂ അല്ല, എന്റെ സൈസ് ഒക്കെ എത്ര ചോദിക്കും. അങ്ങനെ അത് കേട്ട് അവന് ഷോക്കായിട്ട് എനിക്ക് പിടി കിട്ടി, ഇത് നീ മറ്റേ സാറിന് കൊടുക്കാൻ വേണ്ടിയല്ല, അങ്ങേര് മുമ്പ് ഷോ കാണിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വാങ്ങിച്ചോണ്ടായതാ, അതുകൊണ്ട് അങ്ങേര് നമ്മളെ ഒറ്റയ്ക്കായിട്ട് പോകുന്നുണ്ട്, ഞാൻ നിങ്ങളെ സഹായിക്കത്തില്ല എന്ന് അവൻ പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് ചെല്ലും. അങ്ങനെ അതിനുശേഷം ഷീലയും പുറത്തേക്ക് ചെല്ലുമ്പോൾ ശൗശങ്ങാണ് ഇവനെ കണ്ടിട്ട് അവൾ വീണ്ടും ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പഠിക്കാൻ പോകുന്ന പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും കുറച്ച് വിഷമിച്ചൊക്കെ എങ്കിൽ പിന്നെ നല്ല രീതിക്ക് പോയിട്ടാന്ന് പറഞ്ഞ് അവൻ പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോൾ ഇവളും തിരിച്ചൊന്നും പറയല്ലേ ചോദിക്കും. അങ്ങനെ ഇവൾ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇവൻ അങ്ങനെ റിജക്ട് ചെയ്തത് അവൾക്ക് കുറെ വേദനിച്ചെന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഇവൻ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും റിജക്ട് ചെയ്താലേ ആ വേദന അവന് മനസ്സിലാകത്തുള്ളൂ പറയും. അങ്ങനെ അത് കേട്ട് അവൻ കുറച്ച് ദേഷ്യത്തിലേക്ക് ഇവളെ നോക്കുമ്പോൾ ഇവൾ എന്തായാലും ഇനി ഇവന്റെ പുറകെ വരത്തില്ലെന്ന് പറഞ്ഞ് ഇവൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് സന്തോഷമായിട്ടിരിക്കാൻ പറയും. അങ്ങനെ അതും പറഞ്ഞ് ഇവന് ബായ് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ PT സാറാണ് സ്റ്റേഡിയത്തിൽ വെച്ച് പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്ന അറിഞ്ഞ് ഷീലിംഗ് മനഃപൂർവ്വം അവന്റെ ഷൂ എടുക്കാൻ വേണ്ടി അവിടേക്ക് വന്നേക്കും. അങ്ങനെ സാറും ഷൂ ഇല്ലാതെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അപ്പോഴാണ് ഇവൻ ചെന്ന് അടുത്തേക്ക് ഇരുന്നിട്ട് ഈ ഷൂ എന്ത് ഇത്രയും ടൈറ്റ് ആയെന്ന് അറിഞ്ഞ് അവനതെടുത്ത് അങ്ങോട്ടേക്ക് എറിഞ്ഞു കൊടുക്കും. അങ്ങനെ ഇത് കണ്ട് ഇവർക്കെല്ലാം മനസ്സിലായി ഇവൻ സഹായിക്കാൻ വേണ്ടി വന്നേന്ന്. പക്ഷെ അവനാണ് ജാടയൊക്കെ ഇട്ട് ഒന്നിനും കൊള്ളാത്ത ഷൂ നിറഞ്ഞ് വേറെ പുതിയ ഷൂ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് അടുത്തിരുന്ന് യങ്സയും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളെന്തിനാ ചിരിക്കുന്നു പറഞ്ഞിട്ട് അവന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഷീയാണ് ഇവനോടൊരു കാര്യം പറയണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചേക്കും. എന്നിട്ട് ഇവിടെ സീനിയറും അവളുടെ കസിന്റെ പുറയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന് മൈൻഡ് ചെയ്യാത്ത പോലെയൊക്കെ ഇവൾ അവോയ്ഡ് ചെയ്യാൻ നോക്കും. പക്ഷെ അവള് തന്നെ അടിച്ച് വീഴാൻ നോക്കുമ്പോഴാണ് ഇവന്റെ സ്നേഹം പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് ഇവിടെ ഷീയാണ് ഷീലിനെ വിളിച്ചത് അവന് പ്രൊപ്പോസ് ചെയ്യാന്. അപ്പോഴാണ് ഇവള് പോകുന്നുണ്ട് പുറകെ തന്നെ ശൗശങ്ങ് ഫോളോ ചെയ്ത് വരും. അതേസമയം ഇവിടെ PT സാറും ടീച്ചറിന് ഇഷ്ടപ്പെട്ട പോലെ സ്പോർട്സ് യൂണിഫോമിന്റെ ഡ്രസ്സൊക്കെ ഇട്ടുണ്ടെന്ന് പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി വരും. പക്ഷെ ഇങ്ങേരെടുത്തെറിയുന്ന പന്താണ് നേരെ ഹോളിനകത്ത് വീഴത്തില്ല. അങ്ങനെ അതുകൊണ്ട് ജീഷായിരിക്കും പിന്നെ സഹായിച്ച് ഇങ്ങേർക്ക് റിങ് എടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ അതുമായിട്ട് സാർ അടുത്തേക്ക് ചെന്ന് ടീച്ചറിനെ പ്രൊപ്പോസ് ചെയ്യുമ്പോൾ അവർ സന്തോഷത്തിൽ സാറിനെ കല്യാണം കഴിക്കാൻ സമ്മതം നിറഞ്ഞ് അപ്പൊ തന്നെ ആ റിങ് വാങ്ങിച്ചങ്ങിടും. അതിനെ ശിവെല്ലാരും കൂടെ ഒന്നുകൂടി അവിടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഷീയാണ് ആ സമയം കൊണ്ട് ഷീലിങ്ങിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവൾക്ക് അവനെ ഇഷ്ടമെന്ന് പറയും. അങ്ങനെ ഇത് കേട്ടതോടെ അവനാണ് ഞെട്ടിപ്പോയിരിക്കും. അപ്പോഴാണ് പറയുന്ന ശൗശങ് ഇതൊന്ന് കാണുമ്പോൾ ഇവന് യങ്സയുടെ കൂട്ടുകാരി ആയതുകൊണ്ട് വീണ്ടും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരു വിചാരിച്ചു നോക്കിയില്ലെന്ന് അവൻ മനസ്സിൽ വിചാരിച്ചോണ്ട് അവനൊന്നും പറയാതെ അവിടെ നിന്ന് പോകും. കാരണം അവർ റിജക്ട് ചെയ്ത പിന്നെ അത് യങ്സയും കൂടെ ബാധിക്കും. അതിനുശേഷം അവിടേക്ക് വരുന്ന ശൗശങ്ങാണ് ഇവൻ ഷീയെ മൈൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അവന്റെ ഡ്രസ്സ് ഒന്ന് നോക്കുമ്പോൾ അതിനകത്ത് വീണ്ടും സേ എന്ന് പറഞ്ഞിങ്ങനെ എഴുതി വെച്ചേക്കും. അങ്ങനെ ഇത് കണ്ടിട്ട് അവൾ ഇപ്പൊ മനസ്സിലാക്കും ഒരുപക്ഷെ ഇവൻ ഷീയെ അല്ല സേ എന്ന് ഉദ്ദേശിച്ചെങ്കിൽ പിന്നെ യങ്സയാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ് അവൾക്കിപ്പോ ഏകദേശം കൺഫേം ആകും. ഇതേ സമയം ഇത് കണ്ട് ഷീലിങ്ങും മറ്റുള്ള ഡ്രസ്സൊക്കെ എന്തിനാ ഇവള് നോക്കുന്നതെന്ന് പറഞ്ഞ് അവനത് വാങ്ങിച്ചു വയ്ക്കുമ്പോൾ ശൗശങ്ങും ഇവനപ്പോ സത്യത്തിൽ യങ്സയാണ് ഇഷ്ടം ചോദിക്കും. അങ്ങനെ അത് കേട്ട് അവൻ ചെറിയ ടെൻഷനായി ഇവൾ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൻ പെടുന്ന ടോപ്പിക്ക് മാറ്റാൻ നോക്കുമ്പോൾ ഇവളും ഇവൻ ഇഷ്ടപ്പെടുന്ന ആരാന്ന് കണ്ടെത്തുന്നവരെ അവൾ ഇവിടുന്ന് പോകത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും ഇവളുടെ സ്വന്തം കാര്യം നോക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനേശിയുടെ ഷീയും അവനെ പ്രൊപ്പോസ് ചെയ്ത കാര്യമൊക്കെ യങ്സയോട് പറയുമ്പോൾ ഇത് കേട്ട് അവളും എങ്കിൽ പിന്നെ അവൻ ഒന്നും പറയത് എന്തിനാ പോയെന്ന് പറഞ്ഞ് ഇവൾക്ക് മനസ്സിലാത്തില്ല. അതുകൊണ്ട് തന്നെ ഷീയും വിഷമിച്ച് ഒരേശ് ഇവൾ ഇഷ്ടപ്പെടാത്തോണ്ടൊന്നും പറയാത്തയാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ യങ്സയും അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, അവൻ ഇഷ്ടമല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് റിജക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവളോട് അങ്ങനെ പറയാത്തോണ്ട് ചിലപ്പോ അവൻ നാണിച്ചെല്ലാം റിപ്ലൈ തരാത്തായിരിക്കും പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ചിലപ്പോ പഠിച്ച് കഴിഞ്ഞിട്ടായിരിക്കും അവന്റെ ഇഷ്ടം കാണിക്കത്തുള്ളെന്ന് പറഞ്ഞ് ഇവൾ പറഞ്ഞ് സമാനപ്പെടുത്തുമ്പം ഷീ അത് വിശ്വസിച്ചിട്ട് ഇവള് പറയുന്ന പോലെ ആയിരിക്കും എന്നറിഞ്ഞ് അവളും വിചാരിച്ചോണ്ടിരിക്കും. അതിനേശം രാത്രി ഇവിടെ ഷീലിംഗ് വീട്ടിൽ പോവാതെ ഇവൻ യങ്സെ ഇഷ്ടപ്പെടുന്ന കാര്യം അത്ര ഓപ്പൺ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞ് അവൻ കുറെ ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് അവള് തന്നെ ഇവനെ ഫോൺ വിളിച്ചിട്ട് ഷീ പ്രൊപ്പോസ് ചെയ്തിട്ട് ഇവൻ എന്തോ ഒന്നും പറയാത്തേന്ന് പറഞ്ഞ് ഒന്നെങ്കിൽ അവൾ റിജക്ട് ചെയ്യാൻ പറയും അല്ലെങ്കിൽ അവൾ അക്സെപ്റ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ഒന്നും പറയായിരുന്ന അവൾ പിന്നെ എന്താലോചിക്കും പറഞ്ഞ് ഇവള് ചോദിക്കുമ്പോൾ അവനും യങ്സെ എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവളെ കുറിച്ച് പറയുമ്പോൾ ഇവനെന്തോ വട്ടാണെന്ന് പറഞ്ഞ് ഷീയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തിന് ഇവളെ കുറിച്ച് പറയുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൻ ശൗശം കൊല്ലം പറയുമെന്ന് മേടിച്ചിട്ട് ഇനി ഫ്യൂച്ചറിൽ ആരെന്ത് പറഞ്ഞാലും ഇവൻ ഒരിക്കലും അവൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവന് ജീഷയ്ക്ക് വേണ്ടി ഇപ്പൊ ഈ കാര്യം അവളോട് പറഞ്ഞു വയ്ക്കും. അതിനേശം അടുത്ത ദിവസം ഇവിടെ ഷീലിംഗും ബാക്കിയുള്ളവന്മാരൊക്കെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ മിക്കവാറും PT സാർ ഇനി വരത്തില്ലെന്ന് പറഞ്ഞ് അയാളോട് ചെറിയ ദേഷ്യമൊക്കെ കാണും. പക്ഷെ അവിടേക്ക് വരുന്ന സാറും ഞാനില്ലാത്ത സമയത്ത് എന്നെ കുറിച്ച് എന്തോടെ സംസാരിക്കാന്ന് പറഞ്ഞ് അങ്ങേരി ഇപ്പൊ അവിടേക്ക് വന്നുടനെ ഷീലിംഗും സന്തോഷത്തിലൊക്കെ ഇരിക്കും. കാരണം ഇങ്ങേരി തിരിച്ച് വന്നോണ്ട്. പക്ഷെ അവൻ സാറിനോട് സംസാരിക്കാത്തണ്ട്
സാർ അടുത്തേ ചെന്ന് ഇനി ദേഷ്യം കുറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഇവരൊക്കെ പഠിച്ചിറങ്ങുന്നവരെ സാർ ഇവിടെ തന്നെ ജോലി ചെയ്യാൻ തീരുമാനിച്ചെന്ന് പറയും. അപ്പോഴാണ് അവനും അതൊക്കെ ആർക്ക് വേണം, ഇയാൾ ചെന്ന് കല്യാണം കഴിച്ചോ, സാർ ഇപ്പൊ ചുമ്മാ പറയുമല്ല. എന്തിന് അവനും സത്യം ചെയ്യാൻ പറയുമ്പോൾ സാറ് പെട്ടെന്ന് സത്യം ചെയ്യാൻ വേണ്ടി വരും. അങ്ങനെ അതോടെ അങ്ങേരും ഇവനോടൊക്കെ എന്തിനു സത്യം ചെയ്യണം എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവിടെ ക്ലാസ്സിൽ വെച്ച് യങ്സയാണ് ഇവരുടെ പുതിയ ക്ലാസ് ടീച്ചറിന് താങ്ക്സ് പറയുന്ന രീതിയിൽ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാന്ന് പറയും. അങ്ങനെ അതിനുവേണ്ടി എല്ലാവരോടും പൈസ ചോദിച്ച അവരൊക്കെ തരുമെന്ന് പറഞ്ഞ് ഇവള് ജീഷയോട് ചോദിക്കുമ്പം അവനും ഇവളിവിടുത്തെ ലീഡർ അല്ലെങ്കിലും ടീച്ചറിന് സഹായിക്കുന്നുണ്ട്, എല്ലാരും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന പറയും. അതിനുശേഷം ഇവള് ഫ്രണ്ടിൽ ചെന്ന് എല്ലാവരോടും ഈ കാര്യം പറഞ്ഞിട്ട് അവരെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നത്ര പൈസ തരാൻ പറയുമ്പം ആദ്യം തന്നെ ജീഷോ കൈവക്കി അവൻ തരാൻ റെഡിയാന്ന് പറയും. അങ്ങനെ കുറെ പേര് ഇവൾക്ക് പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ മിക്കുള്ളവർക്ക് അതൊട്ടും തന്നെ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അതുകൊണ്ട് ഉച്ച സമയത്ത് ഇവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറെ പെമ്പിള്ളേരൊക്കെ യങ്സ് എപ്പോഴും അവൾ ലീഡറായിട്ടാണ് വിചാരിക്കാന്ന് പറഞ്ഞ് മിക്കവാറും പൈസയൊക്കെ എടുത്ത് അവളുടെ ചില ന്യൂസ് ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവളുടെ അച്ഛനമ്മയ്ക്ക് വലിയ ജോലിയൊന്നുമില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെയൊക്കെ കട്ടെടുക്കുമായിരിക്കും എന്ന് അവളുമാര് സംസാരിക്കുന്ന കേട്ട് യങ്സയ്ക്കാണ് നല്ല സങ്കടം വരും. അങ്ങനെ അതുകൊണ്ട് അവൾ നേരെ ജീഷോയുടെ അടുത്തേക്ക് വന്നിട്ട് ഇവൾ ടീച്ചറിന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിക്കുന്നതൊക്കെ ഓവറായിട്ട് ചെയ്യുന്ന പോലെയല്ലേ ഇവൻ വിചാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനും ഞാൻ എപ്പോഴും അങ്ങനെ വിചാരിച്ചെന്ന് പറഞ്ഞ് അവനില്ലെന്ന് പറയും. പക്ഷെ ഇവളാണ് അവരോടുള്ള ദേഷ്യമൊക്കെ ഇവനോട് തീർത്തോണ്ടിരിക്കുക. അതുകൊണ്ട് ബാക്കി പിള്ളേരൊക്കെ ഇവളെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ട് ഇവൻ സന്തോഷിച്ചോണ്ടിരുന്നില്ലെന്ന് പറയുമ്പോൾ അവനാണ് പേടിച്ചിട്ട് അവൻ എപ്പോഴും ഇങ്ങനെയൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞ് ഇവളെ സഹായിക്കാൻ മാത്രം ആലോചിച്ചെന്ന് പറയും. അങ്ങനെ പാവം ജീഷോ ഒന്നും ചെയ്യാതെ ഇവളുടെ വായിരിക്കുന്നെല്ലാം കൂടെ കേൾക്കും. അങ്ങനെ അതിനുശേഷം അവൾ അവിടെ നിന്ന് പോയ ഉടനെ ഇവനും കുറച്ച് വിഷമിച്ച് ഈ സമയത്ത് ഷീലിംഗ് എങ്ങനെയായിരിക്കും അവളെ സമാനപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് അവൻ ആലോചിച്ചോണ്ടിരിക്കും. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവരും ടീച്ചറിന് വേണ്ടി കുറെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട് പോകുമ്പോൾ അവളാണ് ടാക്സി പിടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകും. അതിനുശേഷം ആ ഡ്രൈവറാണ് ഇവര് കുറെ സാധനം ഇങ്ങനെ വെക്കുന്നിട്ട് ഇതൊന്നും കാരണത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് അങ്ങേര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീഷ അയാളും വിളിച്ചോണ്ട് സൈഡിലേക്ക് ചെന്നിട്ട് ഇവിടെ അടുത്തുള്ള സ്കൂൾ വരെ പോവാന്ന് പറഞ്ഞ് ഒന്ന് സഹായിക്കാൻ പറയും. അപ്പോഴാണ് അങ്ങേരും എങ്കിൽ പിന്നെ സ്കൂൾ അടുത്തല്ലേ, അതിനുവേണ്ടി ഇതിനെ ടാക്സിയും ചോദിക്കുമ്പോൾ അവൻ എക്സ്ട്രാ പൈസ ഇങ്ങനെ തരാം, പ്ലീസ് ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞ ഉടനെ അങ്ങേര് എക്സ്ട്രാ പൈസ എങ്കിൽ പിന്നെ ഇവനായിട്ട് തരാന്ന് പറഞ്ഞ അങ്ങനെ അതുകൊണ്ട് തന്നെ സമ്മതിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങേര് ഇവരെ ചെന്ന് ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ അതിനുശേഷം അങ്ങേര് പൈസ വയ്ക്കുമ്പോഴാണ് ഇവിടെ യങ്സയും ഇത്രയും ദൂരം വരാൻ നിങ്ങൾക്ക് എന്തിനാ ഇത്രയും പൈസ എന്ന് പറഞ്ഞ് അവൾ എക്സ്ട്രാ പൈസയെ കുറിച്ച് അറിയാത്തോണ്ട് അങ്ങേരോട് തർക്കിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ആ ഡ്രൈവറും ആ പയ്യൻ പൈസ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ തിരിച്ചു പറയുമ്പോൾ തന്നെ ജീഷയും പൈസ അവൻ കൊടുത്തോളെന്ന് പറഞ്ഞിട്ട് രാവിലെ ടാക്സി ഇട്ടാന് പാടല്ലെന്ന് പറയും. അപ്പോഴാണ് അവളും അവളുടെ അച്ഛനും ഡ്രൈവറാ, പക്ഷെ ഇതേപോലെ പൈസ ഒന്നും വാങ്ങിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്ന തെറ്റാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ട് ആ ഡ്രൈവറിന് ദേഷ്യം വന്നിട്ട് അവളായിട്ട് തർക്കിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇത് കാണുന്ന ജീഷയും അവൻ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി പൈസ അവൻ കൊടുത്തോളെന്ന് പറഞ്ഞിട്ട് ഇവളെ സമാനപ്പെടാൻ പറയുമ്പം അവളും പൈസ കൊടുക്കുന്നല്ലേ വിഷയം, ഇവിടെ ന്യായമല്ലേ മനസ്സിലാക്കണ്ടെന്ന് പറഞ്ഞ് അവൾ എക്സ്ട്രാ പൈസ തരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് ജീഷയും വെറുതെ എന്തിനാ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് അവൻ പൈസ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവളാണ് പൈസ കൊടുക്കലെന്ന് പറഞ്ഞ് അവനെ തടഞ്ഞെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ അവസാനം ജീഷോ പൈസ കൊടുത്തുടനെ ഇവൾ അകത്തേക്ക് ചെന്നിട്ട് അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇവളിപ്പോ ഒരു മണ്ടിയായിട്ടാണോ ഇവൻ കണ്ടേന്ന് പറഞ്ഞ്. അങ്ങനെ ഇങ്ങനെ പോലെ ആൾക്കാരൊക്കെ വെറുതെ ഇട്ടിട്ട് കറക്റ്റ് പൈസ വാങ്ങിക്കുന്ന അവളുടെ അച്ഛനെ മാത്രം എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. ഇവളുടെ ഫാമിലി മൊത്തം വേസ്റ്റ് എന്നാണോ ഇവൻ വിചാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മനസ്സ് വിചാരിച്ചിട്ട് ഇവളെ സമാനപ്പെടാൻ വേണ്ടി പറയും. അങ്ങനെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി അവൻ ഇങ്ങനെ പൈസ കൊടുത്താന്ന് പറയുമ്പോൾ തന്നെ ഇവളാണ് ദേഷ്യത്തി ഇവൻ ആ ഡ്രൈവറിന് പൈസ കൊടുക്കുന്ന പകരം ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാത്ത എന്താന്ന് ചോദിക്കും. അങ്ങനെ ഇവൻ ഡിബേറ്റ് മത്സരത്തിനൊക്കെ പോയി കുറെ സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ എന്തുവാ ഇവനൊന്നും പറയാതെ പൈസ കൊടുത്തേന്ന് അവള് കുറെ വഴക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് അവനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ജീഷയും അവൻ കുറെ സമയമായിട്ട് അവളെ വിളിച്ചു നോക്കും. പക്ഷെ ഇവളാണ് ഫോണിൽ എടുക്കത്തില്ല. അങ്ങനെ അതുകൊണ്ട് അവന് പിന്നീട് ഷീലിങ്ങിനെ വിളിച്ചിട്ട് യങ്സയെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അവളോട് ചെറിയ വഴക്കുണ്ടായെന്ന് പറഞ്ഞ് അവളെ കണ്ടെത്താൻ സഹായിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവൻ കണ്ടെത്താന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ പോകുമ്പോൾ ജീഷയാണ് അവളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇവൻ എങ്ങനെ അവളെ സമാനപ്പെടുത്തുന്നതെന്ന് ചോദിക്കും. അങ്ങനെ ഇവൻ എന്ത് ശ്രമിച്ചു നോക്കിയിട്ടും അവളെ മാത്രം സമാനപ്പെടുത്താൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ഇവൻ ഇവിടെ വിഷമിച്ചിരിക്കും. അതിനേശം ഇവിടെ ഷീലിങ് കുറെ സമയമായിട്ട് അവളെ ഫോൺ വിളിച്ചൊക്കെ നോക്കിയിട്ട് അവൻ ഓരോ സ്ഥലത്തും ചെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവസാനം അവളാണ് പുറത്ത് ഇവർ രണ്ടുപേരും കൂടെ ഒരു ദിവസം ഫുള്ളും ഉറങ്ങി കിടന്ന ബെഞ്ചിന്റെ അവിടെ ഇരിക്കുന്നതാണെന്ന്. അങ്ങനെ ഇത് കണ്ട് അവനടുത്തേക്ക് ചെന്നിട്ട് ഇവിടെ വന്ന് ആരും അറിയാതെ കരയാണ് കഷ്ടമെന്ന് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒരു അനുഭവം കാണത്തില്ല. അപ്പോഴാണ് അവനും ഇവൾക്ക് അറിയാനില്ലാതെ വേറെ ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് അവൻ ചുമ്മാ അവളെ തള്ളി നോക്കുമ്പോൾ ഇവളാണ് ഉറങ്ങി കിടക്കുമെന്ന് അവന് മനസ്സിലാവും. അങ്ങനെ അതുകൊണ്ട് അവന് ചമ്മിപ്പോയി നിനക്ക് ഉറങ്ങാൻ വേറെ സ്ഥലമൊന്നും കിട്ടില്ലെന്ന് പറഞ്ഞ് അവൻ പേടിച്ചോ എന്ന് പറയുമ്പോൾ അവളും കുറച്ച് സമയം കരഞ്ഞിട്ട് ഇവിടെ ഇരുന്നപ്പോ തന്നെ അവൾ ഉറങ്ങിപ്പോയെന്ന് പറയും. അതിനെ ശിവൻ എന്ത് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവന് ജീഷ ഇവളെ ഓർത്ത് കുറെ വിഷമിച്ചിരിക്കുമെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞിട്ട് വന്നേന്ന് പറയും. അതുകൊണ്ട് അവനെ വിളിച്ച് പറയാൻ പോകുമ്പോൾ ഇവൾ ഇപ്പം വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വിളിക്കുവാണ് ഇവൾ ഇവിടുന്ന് ചാടും പറയും. അങ്ങനെ ഇത് കേട്ട് അവനും എങ്കിൽ പിന്നെ മോളും ചാടും പറഞ്ഞ് അവനും തിരിച്ച് കളിയാക്കിയിട്ട് എങ്കിൽ പിന്നെ പിന്നീട് അവന് വിളിച്ചോളാന്ന് ഇവളോട് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ജീഷ ഇത്ര വിഷമിച്ച് അവൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ എന്തോ ഭക്ഷണം ചോദിക്കുമ്പോൾ അവളും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതാരും കേൾക്കണ്ടെന്ന ഇവൾ വിചാരിക്കുന്നതെന്ന് പറയുമ്പോൾ അവൻ എങ്കിൽ പിന്നെ അതിനൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളെയും വിളിച്ചോണ്ട് ഒരു കേബിൾ റൈഡിലേക്ക് ചെല്ലും. അതിനുശേഷം ഇവൾക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് അവിടെ വെച്ച് ഇവൾ നിലവിളിച്ചെല്ലാം പറയുവാണ് ആർക്കും കേൾക്കത്തില്ലെന്ന്
പറഞ്ഞിട്ട് ഇവളെ പറഞ്ഞയക്കുമ്പം അവളും ചെറിയൊരു പേടിയോടൊക്കെ അവിടെ തന്നെ നിൽക്കും. അപ്പോഴാണ് അവനും പേടിക്കണ്ട, അവൻ ഇവിടെ തന്നെ ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവള് പോയിട്ട് വരാൻ പറയും. അതിനുശേഷം അവൾ അവിടെ നിന്ന് പോയിട്ട് ജീഷയെ പോലെ ഒരു നല്ല പയ്യനെ ഇവൾക്ക് ഒരിക്കലും സെറ്റ് ആവത്തില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഷീയെ പോലെ ഇവള് പെർഫെക്റ്റ് അല്ലെന്ന് പറഞ്ഞിട്ട് പണ്ട് തൊട്ടേ ഷീയും ഷൗഷുങ് കട്ട ഫ്രണ്ട്സ്, ഇവളെ മാത്രം ഒറ്റയ്ക്കാക്കിയെന്ന് അവളും പറഞ്ഞിട്ട് ഇവളുടെ അച്ഛനമ്മയുടെ സ്നേഹം വേറെ ആർക്കും കൊടുക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ലെന്ന് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയും. അങ്ങനെ അപ്പോഴാണ് അവൾക്കൊരു സമാധാനം കിട്ടുന്നത്. അതിനുശേഷം ഇവൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പം ഷീലിംഗ് ഇവൾക്ക് വേണ്ടി പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അവൻ അടുത്തേക്ക് വന്നിട്ട് ഇവളെ നോക്കി ചിരിക്കുമ്പം അവളുടെ ദുഃഖം എല്ലാം കൂടെ പോകും. അതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് ഇവള് താങ്ക്സ് പറയുമ്പോഴാണ് ഇവൻ ഇത്രയും സ്നേഹത്തിലൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ട്, ഒരു ശിവനും എല്ലാം ഇവൾ ഇഷ്ടമാണെന്ന് ചോദിക്കും. അങ്ങനെ ഇത് കേട്ട് അവനാണ് ഞെട്ടിപ്പോയി തിരിച്ചൊന്നും പറയാതിരിക്കുമ്പം അവൾ ചുമ്മാ തമാശ ചോദിച്ച ഇവൻ എന്തോ ഷോക്കായി പോയെന്ന് പറഞ്ഞ് അവൾ പറഞ്ഞിട്ട് അങ്ങ് നടക്കും. അതിനുശേഷം ഇവിടെ ജീഷയും ഷീലിനെ കാണാൻ വേണ്ടി വരുമ്പം അവന് കളിക്കാൻ വരുന്നെന്ന് പറഞ്ഞ് ഇവനെ വിളിക്കും. പക്ഷെ ജീഷയാണ് ഇവിടെ മൊത്തത്തിൽ അപ്സെറ്റ് ആയിട്ടിരിക്കുക. അപ്പോഴാണ് ഇത് കണ്ട് ഷീലിങ്ങും ഇവന്റെ കൂട്ടുകാരനെ ഇതേപോലെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് അവനും കുറച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുമ്പം ജീഷയാണ് യങ്സെ തിരിച്ചു വന്നപ്പോൾ അവൾ ഭയങ്കര സന്തോഷത്തോടെ വന്നേന്ന് പറഞ്ഞ് ഇവനെ കൊണ്ട് മാത്രം എങ്ങനെ അവളെ പെട്ടെന്ന് സമാനപ്പെടുത്തി നോക്കുന്നേന്ന് ചോദിക്കും. അങ്ങനെ ഇവനെ പോലെ ആകാൻ പറ്റുന്നില്ലെന്ന് വിഷമിച്ചിരിക്കുമ്പം ഷീലിംഗ് ആണ് അളിയ നീ എന്തിനാ എന്നെ പോലെ മാറുന്നത്, ജീഷോ എന്ന് പറഞ്ഞാൽ തന്നെ മാസ, എല്ലാരും ഓരോ സ്റ്റൈലാ, അതുകൊണ്ട് നീ എന്നെ പോലെ മാറാൻ നോക്കണ്ട എന്നിട്ട് അവനും പറയുമ്പോ തന്നെ ഇവിടെ ജീഷോ ഇപ്പോഴും സങ്കടത്തിരിക്കുന്നിട്ട് ഷീലിംഗ് ആണ് വിചാരിക്കും ഇവന്റെ ദേഷ്യം തീർക്കാൻ ജീഷോ ആദ്യം ഇവൻ അടിപ്പിക്കണമെന്ന്. കാരണം ഇവനെ ഓർത്താണ് അവൻ അസുഖങ്ങളെന്ന് മനസ്സിലായി. അങ്ങനെ അതുകൊണ്ട് പെട്ടെന്നൊരു പന്തെടുത്ത് ജീഷയെ നോക്കി എറിയുമ്പം അവനാണ് എന്തിനാ അടിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് ഷീലിംഗും ഞാൻ അടിച്ചാൽ നീ എന്തോടെ ചെയ്യാമോ എന്ന് പറഞ്ഞ് ആ മനപ്പുറം ജീഷയെ ദേഷ്യപ്പെടുത്തുമ്പം അവനും തിരിച്ച് ഇവനെ പിടിച്ച് തള്ളിവിടും. അങ്ങനെ അതോടെ ഇവന്മാർ രണ്ടുപേരും കൂടെ മൊത്തത്തിൽ അങ്ങ് അടിയാകും. പക്ഷെ അവസാനം വരെ ഷീലിംഗ് അവൻ അടിക്കാൻ നോക്കത്തില്ല, അവൻ അടി വാങ്ങിച്ച് കൂട്ടത്തേ ഉള്ളു. കാരണം ജീഷയുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി അവൻ ഇതൊക്കെ ചെയ്ത്. അങ്ങനെ അതിനുശേഷം രണ്ടുപേരും കൂടെ സമാനമായിട്ട് അവിടെ നടന്നു പോകുമ്പോഴാണ് ഷീലിംഗും ഇപ്പൊ ഇവന് കുറച്ചെങ്കിലും സമാനം കിട്ടിയാന്ന് ചോദിക്കും. അപ്പോഴാണ് ജീഷയും എങ്കിൽ പിന്നെ അതിന് വേണ്ടിയാണ് അടിച്ചതെന്ന് ചോദിച്ചിട്ട് ഇവൻ ഇനി യങ്സയുടെ പുറകെ പോകത്തില്ലെന്ന് പറയും. കാരണം അവന് മനസ്സിലായി ഷീലിംഗിന് യങ്സെ ഇഷ്ടമാണെന്ന്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൻ ഡയറക്റ്റായിട്ട് ചോദിക്കുമ്പം ഷീലിയും പെട്ടെന്ന് വിഷയം മാറ്റാൻ അവന്റെ ഫോൺ കാണുന്നില്ലെന്ന് പറഞ്ഞ് ജീഷയെ തപ്പാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ജീഷോ എന്നും പറയാൻ നടക്കുമ്പം ഷീലിംഗ് പെട്ടെന്ന് അവനെ വിളിച്ചിട്ട് ജീഷോ ഞാൻ ആദ്യം തൊട്ടേ വിചാരിച്ചത് യങ്സെ സന്തോഷമാക്കാൻ നിന്നെ കൊണ്ട് പറ്റത്തുള്ളെന്ന്, പക്ഷെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നമ്മൾ മറ്റുള്ളവരുടെ സഹായം ആവശ്യപ്പെടാതെ നമ്മളായിട്ടാണ് അതൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് ഇനി തൊട്ട് ഞാൻ തന്നെ അവളുടെ പുറം പോകാൻ തീരുമാനിച്ചു, അതുകൊണ്ട് നീ ഇപ്പോൾ മത്സരത്തിൽ തോറ്റുപോയി എന്നിട്ട് അവനും പറഞ്ഞ് നടക്കുമ്പം ജീഷോ ആണ് അതുകൊണ്ടാണ് ഞാൻ നിന്നെ മനഃപൂർവ്വം നല്ലോണം അടിച്ചതെന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് വന്നിട്ട് ഇനി വല്ല സംസാരിക്കുവാണ് നിന്റെ ഡ്രസ്സൊക്കെ ഊരി കളയെന്ന് പറയും. അപ്പോഴാണ് ഷീലിംഗും പിടിച്ചിട്ട് എടാ നാണമില്ലാത്ത തെണ്ടി നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്നിട്ട് അവൻ ചോദിക്കുമ്പം ജീഷോ ആണ് ദേഷ്യമുണ്ട്, പക്ഷെ അതിനേക്കാളും ദേഷ്യം അവനോടാന്ന് പറഞ്ഞിട്ട് അവനും പറയുമ്പം ഷീലിംഗ് ആണ് ഇവൻ നല്ല പയനാന്ന് പറഞ്ഞ് ഇവന്മാരുടെ സംസാരിച്ചോണ്ട് പോകും. അങ്ങനെ ഇതേ സമയം ഷൗഷങ്ങും ഷീലിങ്ങിനെ വിളിച്ചോണ്ട് വരുമ്പം അവന്റെ ഫോണാണ് അവിടെ റിങ് ചെയ്യുന്ന കാണും. അങ്ങനെ ഇത് കണ്ട് അവൾ അടുത്ത് വെച്ചെന്ന് എടുക്കുമ്പോഴാണ് അതിനകത്ത് ഫുള്ള് യങ്സയുടെ ഫോട്ടോയാന്ന് ഇവൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവൾ കൺഫേം ചെയ്യാൻ പറ്റി ഇവൻ പണ്ട് തൊട്ടേ പ്രണയിക്കുന്ന ഷീയല്ല യങ്സയാണെന്ന്. അതിനുശേഷം ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് ജീഷിയും യങ്സയും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പം അവളാണ് ഇവനോട് വഴക്കുണ്ടാക്കിയതിനൊക്കെ സോറി പറയും. അപ്പോഴാണ് അവനും എല്ലാം അവന്റെ തെറ്റാന്ന് പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറയുമ്പം ഇവളാണ് എന്നാലും മറ്റുള്ളവരോട് ദേഷ്യം ഇവനോട് തീർത്ത തെറ്റാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനവിടെ നിന്നിട്ട് അതൊക്കെ ഇപ്പൊ പാസ്റ്റാന്ന് പറഞ്ഞ് ഇവളെ മറക്കാൻ പറയുമ്പം അവൾക്ക് സന്തോഷമാകും. അപ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് ബസ് നടന്ന് ഇവൻ അത്രേ ഉള്ളെന്ന് പറഞ്ഞ് ഇവളെ പെട്ടെന്ന് ബസ്സിലേക്ക് പറഞ്ഞിരിക്കും. അപ്പോഴാണ് അവളും ഇവൻ വരുന്നില്ലെന്ന് ചോദിക്കുമ്പം അവൻ അതാ അത്രേ ഉള്ളെന്ന് പറഞ്ഞ് ഇവർ തമ്മിലുള്ള ബന്ധത്തിന് സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം അവള് വെപ്രാളത്തി ഇവൻ എന്തോ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എത്തി നോക്കുമ്പം അവന് പുറകെ വന്നിട്ട് യങ്സെ നീ സന്തോഷിട്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി എന്റെ സന്തോഷം പോയാലും എനിക്ക് കുഴപ്പമില്ല, നീ പഠിച്ച് നല്ല കോളേജ് അഡ്മിഷൻ കിട്ടി നിനക്ക് നല്ല ഫ്യൂച്ചറാണ്, അതാണ് എന്റെ സന്തോഷം, അതുകൊണ്ട് നമ്മൾ തമ്മിലെല്ലാം ഇതോടെ നിർത്താം എന്നിട്ട് അവന് വിഷമിച്ച് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവരുടെ ക്ലാസ് ടീച്ചറും ജീഷി അവളും കൂടെ ചെയ്ത ആ പ്രസന്റേഷനൊക്കെ താങ്ക്സ് അറിയും. അതിനുശേഷം പുറത്ത് വെച്ച് യങ്സയാണ് ജീഷയുടെ പുറകെ വന്നിട്ട് ഇവളറിയാതെ കുറെ ഹെൽപ്പൊക്കെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവന് രണ്ടുപേരും ഡെസ്ക് മേറ്റ്സ് അല്ലേന്ന് പറയും. അപ്പോഴാണ് അവളും രണ്ടുപേർ തമ്മിലുള്ള ബന്ധം അത്രേ ഉള്ളെന്ന് പറഞ്ഞ് അവൾ ചോദിക്കുമ്പം ഇവനകത്ത് നല്ല വിഷമം കാണും. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ ഇവൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവും പറഞ്ഞുതരാം, അതേപോലെ എന്ത് സഹായം വേണമെങ്കിലും അവനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നടന്നു പോകും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുവാണ്. ദിനേശ് എന്തൊക്കെ സമയമാകുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് ഇനി വരാവുന്ന എപ്പിസോഡിൽ കാണാം. 没有比你更懂我的人，不说话只要一个眼神，懂我的天真和任性，也懂我心中的疼。没有比你更像我的人，偶尔分不清，偶尔只想能够背靠背过一生。到